പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഈശോ കടലിനു മീതെ നടക്കുന്ന സംഭവം യോഹന്നാൻ ശ്ലീഹ അവതരിപ്പിക്കുകയാണ്. ഈ ഭാഗത്തെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം നമുക്ക് ലഭിക്കണമെങ്കിൽ വിശുദ്ധ മത്തായിയും വിശുദ്ധ മർക്കോസും ഈ സംഭവം വിവരിക്കുന്നത് കൂടെ നാം വായിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണമായ ഒരു ചിത്രം നമുക്ക് മനസ്സിലാകുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നു, ഈശോ കടലിന് മീതെ നടക്കുമ്പോൾ പത്രോസ്ലിഹ ഞാനും വരട്ടെ എന്ന് ചോദിച്ച് കടലിലേക്ക് ഇറങ്ങുകയും മുങ്ങിപ്പോകാൻ തുടങ്ങുകയും ഈശോ പത്രോസ്ലിഹായെ രക്ഷിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇത് യോഹന്നാൻ ശ്ലീഹ ഒഴിവാക്കുകയാണ്. ഒരുപക്ഷെ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പായ്ക്ക് ഇങ്ങനെയൊരു അമ്മളി പറ്റി അബദ്ധം സംഭവിച്ചു എന്നുള്ളത് പിന്നീട് ബൈബിൾ വായിക്കുന്നവർ അറിയേണ്ട എന്ന ധാരണയിലാകാം യോഹന്നാൻ ശ്ലീഹ ഈ ഭാഗം ഒഴിവാക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് വരാം. തിബേരിയോസ് കടലിൻ്റെ മറുകരയിൽ 5000-ഓളം പേരെ ഊട്ടിയ മഹോന്നതമായ അപ്പം വർദ്ധിപ്പിക്കലിൻ്റെ അത്ഭുതം ഈശോ ചെയ്തതിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ ജനക്കൂട്ടം വലിയ രീതിയിൽ ആഹ്ലാദഭരിതരായി. വലിയ ആരവം ജനങ്ങളിൽ നിന്ന് ഉയരുന്ന സമയത്ത് അവരെ പതുക്കെ പറഞ്ഞു വിട്ടിട്ട് ഈശോ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ സായാഹ്നമായിരുന്നു താനും, രാത്രിയാകാൻ തുടങ്ങിയിരുന്നു. പക്ഷേ ശിഷ്യന്മാർക്ക് ഈശോയെ ബേത്സയിദയിലേക്ക് കൊണ്ടുപോകണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. മറുകരെ പത്രോസിൻ്റെയും അന്ത്രോസിൻ്റെയും ഭവനത്തിലേക്ക് ഈശോയെ കൊണ്ടുപോകണം എന്ന ആഗ്രഹത്താൽ, അങ്ങനെ ഈശോയും കൂടെ വരും എന്ന ആ ചിന്തയിൽ അവർ വള്ളങ്ങളൊക്കെ ഒരുക്കി നിർത്തിയിരുന്നു. അപ്പോഴാണ് ഈശോ പറയുന്നത്, നിങ്ങൾ മറുകരയ്ക്ക് പൊയ്ക്കുള്ളൂ. അത് അവരെ തെല്ലൊന്നുമല്ല ദുഃഖിപ്പിക്കുന്നത്. ഒരുപാട് ആശങ്കയും അവർക്കുണ്ട്. കാരണം തിബേരിയോസ് കടലിൻ്റെ സവിശേഷതകൾ അവർക്കറിയാം. ഗനേസറത്ത് തടാകം എന്നുകൂടി വിളിക്കപ്പെടുന്ന ഈ കടലിന് 21 കിലോമീറ്റർ ദൂരവും 14 കിലോമീറ്റർ വീതിയുമാണുള്ളത്. വൈകുന്നേരങ്ങളിൽ രാത്രി സമയത്ത് അവിടെ നടക്കുന്ന ഒരു പ്രതിഭാസം ഇതാണ്. ചുറ്റുമുള്ള മലകളിൽ നിന്ന് തണുത്ത കാറ്റ് താഴേക്ക് പ്രവഹിക്കുകയും ചൂടുകാറ്റ് കടലിൽ നിന്ന് മുകളിലേക്ക് ഉയരുകയും ചെയ്യുമ്പോൾ അതൊരു വലിയ ചുഴി പോലെ രൂപാന്തരം പ്രാപിക്കുകയും വള്ളങ്ങളെ മുക്കുകയും ചെയ്യാറുണ്ട്. ഒരു കൊടുങ്കാറ്റ്, ഭീകരമായ കൊടുങ്കാറ്റിൻ്റെ രീതിയിലേക്ക് മാറുകയും പലപ്പോഴും വഞ്ചികൾ മുങ്ങുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് സായാഹ്നങ്ങളിൽ, രാത്രികാലങ്ങളിൽ തിബേരിയസ് കടലിലൂടെ അധികം വഞ്ചിയിലുള്ള യാത്ര ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള സമയത്താണ് ഈശോ നിങ്ങൾ മറുകരയ്ക്ക് പൊയ്ക്കുള്ളൂ എന്ന് പറയുകയും പ്രാർത്ഥിക്കാനായി മലയുടെ മുകളിലേക്ക് പോവുകയും ചെയ്യുന്നു. മനസ്സില്ലാ മനസ്സോടെ ശിഷ്യന്മാർ വഞ്ചിയിൽ കയറി പോവുകയാണ്. പോകുന്ന സമയത്ത് അവർ ഏകദേശം മധ്യഭാഗത്തിലെത്തുമ്പോൾ 25 സ്ഥാദിയോൺ ദൂരം തണ്ട് വലിച്ചു കഴിയുമ്പോൾ എന്നാണ് പറയുന്നത്, ഈശോ കടലിന് മീതെ നടന്നു വരികയാണ്. 25 സ്ഥാദിയോൺ എന്ന് പറയുമ്പോൾ 5-6 കിലോമീറ്റർ ഉണ്ട്. ആ സമയത്ത് കൊടുങ്കാറ്റ് ശക്തമാവുകയും വള്ളത്തെ മുക്കാൻ തുടങ്ങുന്ന രീതിയിലേക്ക് വരികയും ചെയ്യുമ്പോൾ അവർ ചെയ്തത് വഞ്ചിയുടെ പായെല്ലാം മടക്കി വെച്ചു. കാരണം ഇപ്പോൾ നേരെ വിരുദ്ധമായ സംഭവങ്ങളാണ്. പടിഞ്ഞാറോട്ട് പോകേണ്ട വഞ്ചി കിഴക്കോട്ട് പോകാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഈ പായ്കളൊക്കെ അത് വലിയ തരത്തിലുള്ള ദ്രോഹം ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് അത് ചുരുട്ടി വെച്ചിട്ട് വഞ്ചി അവർ തുഴയാൻ തുടങ്ങിയാണ്. 5-6 കിലോമീറ്റർ വഞ്ചി തുഴഞ്ഞതിന് ശേഷം അവർക്ക് മനസ്സിലായി ഇത് വലിയ പ്രശ്നമുണ്ടാക്കും എന്നവർ മനസ്സിലാക്കുകയാണ്. വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് അവർക്ക് അനുഭവവേദ്യമാണ്. വഞ്ചി കടലിൻ്റെ നടുവ് വരെ എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് ആ സമയത്ത് അവർ വിഷണ്ണരായിട്ടിരിക്കുന്ന സമയത്താണ് 4-ാം യാമത്തിൽ, എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ 3 മണിയാണ്. 3 മണിക്ക് ഈശോ കടലിന് മീതെ നടന്നു വരികയാണ്. ഇവിടെ മർക്കോസ്ലിഹ ഒരു കാര്യം പറയുന്നുണ്ട്. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന് മനസ്സിലാക്കി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രായോഗിക പാഠം ഇതാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ നടുവിലാണ് മറ്റുള്ളവരുടെ ആകുലതകളുടെ, വൈഷമ്യങ്ങളുടെ തീവ്രത എന്തുമാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മുടെ തന്നെ ദുഃഖങ്ങളുടെയും സങ്കടങ്ങളുടെയും ഒക്കെ ഭാരം നമുക്ക് മാറ്റാൻ പറ്റുന്ന പ്രാർത്ഥനയുടെ സമയത്താണ്. ഞാൻ ഓർക്കുന്നത് ഒരു സംഭവം, കുറേ നാളുകൾക്ക് മുമ്പ് ഒരു അനാഥ മന്ദിരത്തിൻ്റെ ഒരു മദർ പങ്കുവെച്ചതാണ്. അവിടെ ഉച്ച സമയത്ത്
ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ 190ഓളം പേരവിടെയുണ്ട്. ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് 2-3 അപ്പാപ്പന്മാർ പറഞ്ഞു, വൈകുന്നേരം ഞങ്ങൾക്ക് പൊറോട്ടയും ചിക്കനും തരാമോ? മദറിന് വല്ലാത്ത ദുഃഖം തോന്നി. കാരണം അതിന് മാത്രമുള്ള ഒരു പണമില്ല. അടുത്ത ദിവസത്തിലേക്കുള്ള പണത്തെക്കുറിച്ച് പോലും വ്യാകുലപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ദുഃഖഭരിതയായിട്ട് ഈ മദർ നിൽക്കുകയാണ്. അപ്പോഴൊരു അത്ഭുതം സംഭവിക്കുന്നത്, അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ആശ്രമത്തിൻ്റെ ചാപ്പലിൽ ധനികനായ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം കുമ്പസാരിക്കാൻ വന്നതാണ്. അദ്ദേഹത്തിൻ്റെ മക്കളും മരുമക്കളും ഒക്കെയുണ്ട്. മരുമക്കളിൽ ഒരാളുടെ ബർത്ത്ഡേ ആണ് പിറ്റേ ദിവസം. അതുകൊണ്ട് കുമ്പസാരിച്ച് കുർബാന കൈക്കൊണ്ട് കുർബാനയിൽ കൂടി അങ്ങനെ ആ ദിവസത്തെ മനോഹരമാക്കാനായിട്ട് അദ്ദേഹം തയ്യാറായിട്ട് വരികയാണ്. അദ്ദേഹം കുമ്പസാരിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു തോന്നലുണ്ടാകുകയാണ്, എന്തിനാണ് വലിയ ആർഭാടമായിട്ട് ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്നത്? അതൊന്ന് ചുരുക്കുകയും ആരെയെങ്കിലും ഒന്ന് സഹായിക്കുകയും ചെയ്യാം. ഏതെങ്കിലും അനാഥ മന്ദിരങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഉള്ള വക നൽകിയെങ്കിൽ അത് നന്നായിരുന്നു എന്ന ചിന്ത ഈ പ്രാർത്ഥനയുടെ മധ്യത്തിൽ അയാൾക്കുണ്ടാവുകയാണ്. അയാൾ പുറത്തിറങ്ങി വരുന്നു. അപ്പോൾ കണ്ട ഒരു അച്ഛനോട് ചോദിച്ചു, ഇവിടെ അടുത്ത് വല്ലതും അനാഥ മന്ദിരങ്ങളുണ്ടോ? അപ്പോൾ അച്ഛൻ തൊട്ടടുത്ത് തന്നെയുള്ള ഈ അനാഥ മന്ദിരത്തെക്കുറിച്ച് പറയുന്നു. ആ മനുഷ്യൻ അവിടെ ചെല്ലുകയും വൈകുന്നേരം പൊറോട്ടയും ചിക്കനും വാങ്ങിച്ചു നൽകുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് അത്ഭുതകരമായ സംഭവമാണ്. ആ മദർ തന്നെ പറയുന്നു, ഇതെങ്ങനെ സംഭവിച്ചു എന്നെനിക്കറിയില്ല, ഇത് വല്ലാത്ത അത്ഭുതമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയാണ് നമുക്ക് നമ്മുടെ കണ്ണുകളെ തുറന്നു തരുന്നത്. നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് ശരിയായിട്ട് ഗ്രഹിക്കാനുള്ള കാഴ്ച തരുന്നത് ഈ പ്രാർത്ഥനയാണ്. ഈശോ കടലിന് മീതെ നടന്നു വരുന്ന സമയത്ത് ശിഷ്യന്മാർ ഭൂതം എന്ന് കരുതി അവർ വിലപിക്കുകയാണ്, അവർ നിലവിളിക്കുകയാണ്. കാരണം ഇരുട്ടാണ്. ഇരുട്ടിൻ്റെ മറവിൽ കടലിന് മുകളിലൂടെ നടന്നു വരുന്ന ഭൂതമല്ലാതെ മറ്റാരാണ്? അതുകൊണ്ട് അവർ കരയുന്ന സമയത്ത്, നിലവിളിക്കുന്ന സമയത്ത് ഈശോ പറയും, ഞാനാണ്, ഭയപ്പെടേണ്ട. ആ വാക്കുകൾക്ക് വലിയ അർത്ഥമുണ്ട്. അത് പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിലൊക്കെ ഉള്ള ആ വാക്കുകളുടെ പ്രതിധ്വനിയാണ്. അവിടെ ദൈവം തമ്പുരാൻ തന്നെ വെളിപ്പെടുത്തുമ്പോൾ പറയുന്നതാണ് ഞാനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആദ്യവും അന്ത്യവും ഞാനാണ്. ഈ ലോകത്തിൻ്റെ സകല പ്രപഞ്ചത്തിൻ്റെ അധിനാഥൻ ഞാനാണ് എന്ന വാക്കിന് അപാരമായ അർത്ഥതലങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സർവപ്രപഞ്ചത്തിൻ്റെയും അധിനാഥനും വിധാതാവുമെല്ലാം ഞാനാണ് ഈ കരയുടെയും കടലിൻ്റെയും ഒക്കെ അധിപൻ, അതിനെയെല്ലാം നിയന്ത്രിക്കുന്നവൻ ഞാനാണ്. ആ വാക്ക് കേൾക്കുന്ന സമയത്ത് പത്രോസ്ലീഹ പറയാണ്, അങ്ങാണെങ്കിൽ ഞാൻ നടന്നു വരട്ടെ, അപ്പോൾ വരിക എന്ന് പറയുന്നു. പക്ഷേ പത്രോസ്ലീഹ അല്പം നേരം കഴിയുമ്പോൾ ഇത് കടലാണല്ലോ എന്ന് ചിന്തിക്കുകയും ഈ കാറ്റിൻ്റെയും കോളിൻ്റെയും രീതിയിലേക്ക് ശ്രദ്ധ മാറുമ്പോൾ താഴ്ന്നു പോകാൻ തുടങ്ങുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പുള്ള പ്രായോഗിക പാഠം ഇതാണ്. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ചുറ്റുവട്ടമുള്ള കാഴ്ചകൾ, ആ ചുറ്റുവട്ടത്തുള്ള തിരമാലകളും കൊടുങ്കാറ്റുകളും ഒക്കെ നമ്മളെ സ്വാധീനിക്കും. നമ്മുടെ ശ്രദ്ധ ചുറ്റുവട്ടങ്ങളിലേക്ക് പോകുന്ന സമയത്താണ് നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെടുകയോ താണുപോവുകയോ ആത്മീയ ജീവിതത്തിൽ നമുക്ക് മങ്ങലുണ്ടാവുകയോ ചെയ്യുന്നത്. അപ്പോൾ പത്രോസ്ലീഹ പക്ഷേ പെട്ടെന്ന് തന്നെ ഈശോയിലേക്ക് മുഖം തിരിക്കുകയും അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുകയാണ്. നമ്മളും നമ്മുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടേറിയ സന്ദർഭങ്ങളിൽ ദൈവത്തിലേക്ക്, ഈശോയിലേക്ക് ശ്രദ്ധ തിരിച്ചാൽ ആ സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രകാശം വരുന്നത് നമുക്കറിയാം. നമ്മുടെ കഷ്ടപ്പാടുകളെ തരണം ചെയ്യാനുള്ള ആത്മധൈര്യം നമുക്കുണ്ടാകുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അവസാനം മർക്കോസ്ലീഹ അതാണ് ഒന്നുകൂടെ വിവരിക്കുന്നത്. അവൻ വഞ്ചിയോടടുത്തു, വഞ്ചിയിൽ കയറിയപ്പോൾ കടൽ ശാന്തമായി. അപ്പോൾ അവർ എത്തേണ്ട ലക്ഷ്യത്തിൽ വഞ്ചി എത്തുകയും ചെയ്തു. വലിയ അർത്ഥതലങ്ങൾ അതിലുണ്ട്. നമ്മുടെ യാത്രയിൽ ദൈവം തമ്പുരാനെ നമ്മൾ കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് ലക്ഷ്യത്തിലെത്താനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ ശാന്തമാകും. ഞാനൊരു സംഭവം ഓർക്കുന്നു. ഭാര്യയും ഭർത്താവും, അവർക്ക് പ്രായപൂർത്തിയായിട്ടുള്ള മക്കളുമുണ്ട്. പക്ഷേ വലിയ കലഹമാണ്, വീട്ടിൽ അസ്വസ്ഥതയാണ്. ഭാര്യ പിണങ്ങി വേറെ ഒരു സ്ഥലത്ത് പോയി നിൽക്കുകയാണ്. അപ്പോൾ ആ തരത്തിൽ വലിയ രൂക്ഷമായ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവസാനം ഒരു കൗൺസിലറുടെ അടുത്ത് അവർ അഭയം തേടുന്നു. ഒരച്ഛനാണ്. അച്ഛൻ അവർ ധ്യാനത്തിന് വിടുകയാണ്. അവർ കുടുംബം ഒന്നിച്ച് ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുകയാണ്. അവരുടെ ജീവിതത്തിൻ്റെ വഞ്ചിയിൽ ഈ ഭർത്താവ് സായാഹ്നത്തിലൊന്നും പ്രാർത്ഥനയിലൊന്നും കൂടുന്നയാളല്ല, പള്ളിയിൽ തീരെ ചുരുക്കമായിട്ട് പോകുന്നയാളാണ്. ആദ്യമായിട്ട് അദ്ദേഹം ഈ ദേവാലയത്തിലിരുന്ന് ഈ ധ്യാനം കൂടുകയും ദൈവത്തിൻ്റെ സവിധേ, ഈശോയുടെ സവിധേ സമയം ചെലവഴിക്കുകയാണ്. അവരുടെ ജീവിതത്തിൻ്റെ വഞ്ചിയിലേക്ക്
ദൈവം തമ്പുരാനും കൂടെ എത്തുകയാണ്. പിന്നീട് ആ കുടുംബം ശാന്തമാവുകയാണ്. അവർ പിന്നെ വന്നിട്ട് പരസ്പരം ആലിംഗനം ചെയ്ത് പരസ്പരം കെട്ടിപ്പിടിച്ച് കുഞ്ഞുങ്ങളെല്ലാം കെട്ടിപ്പിടിച്ച് നല്ല ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കേണ്ടത് ഈ ബൈബിൾ ഭാഗം നൽകുന്ന ഈ പാഠങ്ങളെല്ലാമാണ്. ഈശോ നമ്മെ Subscribe now and press the bell icon. Never miss an update.